Tigers Vision. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർ, ഇത് ചൊവ്വാഴ്ച ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. ചായ ഇട്ടു. പിന്നെ ഇന്ന് ഗ്രീൻ പീസ് കറിയും ദോശയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തിരി ഗ്രീൻ പീസ് കറി വെച്ചോളൂ കേട്ടോ, കുറച്ചേ വെച്ചോളൂ. ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ, ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. എന്നും ഉണ്ടാക്കുന്നതാണല്ലോ അതൊക്കെ, അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനി കാപ്പി കുടിക്കണം. അപ്പോൾ എന്താ ചേട്ടായിരുന്നു കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് തൂക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി ഇപ്പുറത്ത് വന്ന് ചായ കുടിക്കാനായിട്ട് വന്നു, അമ്മയും വന്നു കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ദോശ കഴിക്കാനായിട്ട് പോവേണ്ട. ഈ സമയത്ത് ചായയൊക്കെ കുടിച്ചിട്ട് മീനുക്കുട്ടി പോയിട്ട് അവിടുന്ന് ദോശ വേണ്ട, അവൾ അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോളാന്നും പറഞ്ഞ് അവള് പോയി കേട്ടോ. അപ്പം ഞാനിനി ദോശയും ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാപ്പി പിടിക്കുന്ന സമയത്ത് പിന്നെ ചേട്ടൻ റെഡിയായി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ചേട്ടൻ ജോലിക്കൊക്കെ പോയതിനു ശേഷം പിന്നെ ഞാൻ രാവിലെ തന്നെ ഇവിടെ മുറ്റമൊക്കെ തൂത്തിട്ടെ. ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ മഴ ആയത് കാരണം വൈകുന്നേരം തൂക്കാനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. തറ നനയുന്നത് കാരണം ചവറും അങ്ങനെ നീങ്ങുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ തൂത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, വൈകുന്നേരം തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ ദിവസവും മഴ ആയതുകൊണ്ട് തൂക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ദാ ഇവിടെ വന്ന് കാപ്പി പിടിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ എടുത്ത പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഉച്ചത്തേക്ക് ഉള്ള പരിപാടികൾ. അപ്പോൾ അത് ചോറ് വെക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് അത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പം കുറച്ച് മലക്കറിയൊക്കെ ഉള്ളത് അരിഞ്ഞെടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ജോലി അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം രാവിലെ എണീക്കാറുണ്ട്, ഏകദേശം 10 മണിക്കാകുമ്പോൾ തന്നെ ജോലിയൊക്കെ ഒതുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് എല്ലാം ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചേട്ടൻ അടിച്ചു തന്ന ഒരു പലവ ഇട്ട് അടിച്ചു തന്നതാണ് കേട്ടോ, ഗ്യാസ് വെക്കുന്നതിന് മാത്രമായിട്ട്. അതുകൊണ്ട് അല്ലാതെ വേറെ സ്ലാബൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചെറിയ ഒരു പലവ ഞങ്ങളുടെ ഉണ്ടായിരുന്നത് എടുത്ത് അടിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാബേജും സവാളയും പച്ചമുളകും കൂടിയൊക്കെ അരിഞ്ഞിട്ട് ക്യാബേജ് തോരനാണ് കേട്ടോ വെക്കുന്നത്. തൊട്ടിപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ പുളിഞ്ചിക്ക, ഇരുമ്പം പുളി എന്ന് പറയുമല്ലോ, പുളിഞ്ചിക്ക ഒഴിച്ചേറി വെക്കുന്നതിന് വേണ്ടി പുളിഞ്ചിക്ക വേകാനായിട്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് മീനുക്കുട്ടി ഇപ്പുറത്ത് വന്ന കേട്ടോ. മീനുക്കുട്ടി ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ദോശയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ദോശയും ഒക്കെ വാങ്ങി കഴിച്ച് അതിനുശേഷം അവള് പടമൊക്കെ വരച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവളിവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ തോരനൊക്കെ ഏകദേശമായി. ഞാൻ അതിലേക്ക് അരപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ നല്ല ക്ലാരിറ്റിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ തോന്നുന്നത്. അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും തേങ്ങയും ഒക്കെ ചേർത്ത് അരപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. പുളിഞ്ചിക്കത ഇവിടെ ഏകദേശം വേകാറായി. ഇനി ഇതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. പുളിഞ്ചിക്കത വെന്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ പുളിഞ്ചിക്കൊക്കെ ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പുളിഞ്ചിക്ക, ചക്ക ഇതൊക്കെ ഇവിടെ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ തരാറുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് അങ്ങനെ അതിൽ തോനെ കിട്ടാറുണ്ട്. ചക്കയൊക്കെ മിക്ക ദിവസങ്ങളിലും ഇവിടെ കാണും കേട്ടോ. അമ്മയ്ക്ക് കാരണം കിട്ടുന്നെങ്കിൽ അമ്മ എനിക്കും തരും, അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ് ഒക്കെ ഇവിടെ ധാരാളം കിട്ടാറുണ്ട്. പിന്നെ ഇത് തലേ ദിവസം വൈകുന്നേരം ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന നത്തോലി മീനാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവിന് ചുള്ളിമാനൂർ മീൻ കച്ചവടം ഉണ്ട് കേട്ടോ. അപ്പം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ബന്ധു ഇവിടെ ഉള്ളത് കാരണം ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ മീൻ വാങ്ങിക്കുന്നത്. അങ്ങനെ നൊത്തോലി മീനാണ് വാങ്ങിയത്. അത് ഫ്രൈ ചെയ്തോട്ടോ. ഇവിടെ കറി വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തു. പിന്നെ അതാ നമ്മുടെ പുളിഞ്ചിക്ക കറിയിൽ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാക്കി തീ ഓഫ് ചെയ്തിട്ടു. പിന്നെ അതിലേക്ക് കടുകൊക്കെ താളിച്ച് വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചത്തേക്കുള്ള കറികളെല്ലാം ഏകദേശം റെഡിയായി. പുളിഞ്ചിക്ക കറിയുണ്ട്, പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും മീൻ ഫ്രൈയുമാണ് ഉച്ചത്തെ ഞങ്ങൾക്ക് ഉള്ള വിഭവങ്ങളെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോയതിനു ശേഷം രാവിലെ ഒരു 8 മണി അല്ല 7:30-8 മണി ആ സമയത്താണ് കേട്ടോ ചേട്ടൻ ജോലിക്ക് പോകുന്നത്. അതിനുശേഷം ചേട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് വരും. അതുകൊണ്ട് നേരത്തെ ജോലിയൊക്കെ ഒതുങ്ങി. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് കൂട്ടുകാരുടെയൊക്കെ വീഡിയോ കാണും. എന്നിട്ട് അതിനുശേഷം ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കും കേട്ടോ. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ ചോറ് കഴിക്കാൻ സമയത്ത് ഇവിടെ അങ്ങനെ വരാറുള്ളൂ കേട്ടോ. അടുത്ത വീടുള്ളത് കാരണം അവിടെ അങ്ങനെ പോയിരിക്കും. പിന്നെ ഇവിടെ കേബിളൊന്നും എടുത്തില്ല കേട്ടോ, ഡിഷ് എടുത്തില്ല.
ഞങ്ങൾ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇനി വേണം. അപ്പോൾ ഇവിടെ രണ്ട് വീട്ടിലും ഇപ്പോൾ കേബിളോ ഡിഷോ ഒന്നും എടുത്തിട്ടില്ല, എന്തെങ്കിലും എടുക്കണം കേട്ടോ. ഉച്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കഴുകാൻ പിന്നെ ഒരു ലോഡായിട്ടോ. അപ്പൊ ഇനി പാത്രങ്ങളെല്ലാം കഴുകി എടുത്ത് ഒതുക്കി വെക്കണം. അപ്പൊ രാവിലെ വെച്ച പാത്രങ്ങളെല്ലാം വെള്ളം തോർന്ന ശേഷം എടുത്ത് ഒതുക്കിയൊക്കെ വെച്ചു. ഇനി ഈ പാത്രങ്ങളും കൂടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ മീനക്കുട്ടി ഇവിടെ വന്ന് പോയ ശേഷം അവള് കളിക്കാനെടുത്ത ബാഗും അവളെ ഷോളും ഒക്കെ വലിച്ചു വാരി ഇവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് ഒതുക്കി എടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്ത് കിട്ടി. ഞാൻ ചോറൊക്കെ വടിച്ചതിന് ശേഷം ഇവിടേക്ക് ഒന്ന് ചാമ്പലൊക്കെ പുറത്തായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചിടാൻ കേട്ടോ. രാത്രി നേരങ്ങളിൽ മാത്രമേ ഇവിടെ കഴുകാറുള്ളൂ കേട്ടോ. ഇവിടെ കൊച്ചു സ്ലാബല്ലേ, അതുകൊണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് ഇവിടെ കഴുകി ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ചോറ് നമുക്ക് കുറച്ച് 1 മണിയൊക്കെ ആയിട്ട് കഴിക്കാം, ഇപ്പൊ നമുക്കൊന്ന് അപ്പുറത്തോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ അപ്പുറത്തെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നീ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചൊരു എന്താ പറയാ 1:30-2 മണി ആ സമയമായ ശേഷം അടുത്ത ചേട്ടൻ പോവുള്ളൂ കേട്ടോ. ഇത്ര നേരം വന്നൊന്ന് കിടന്നതിന് ശേഷമൊക്കെ പോകാറുള്ളൂ. ഇതാണ് കേട്ടോ വഴി പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് വീട്, നമ്മുടെ വീട്ടിൽ ഇരുന്ന നമുക്ക് കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ. അപ്പൊ മീനെക്കുട്ടി ഇവിടെ വന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. പഴയ ബാഗൊക്കെ എടുത്ത് അവള് അവിടെ കളിച്ചുകൊണ്ടൊക്കെ നിപ്പോണ്ടേ. കളിക്കണതാ അച്ചാച്ചവിടെ പൈഞ്ഞു വെച്ചോണ്ട് കിടന്ന് ഉറങ്ങണ. ഇതെന്ത് ബാക്കില് ഒരു നുള്ള് അവിടെ വന്ന് ദോശ കുത്തി കളിച്ചോണ്ടിരിക്കുന്നു. ഹായ് ഗൈസ്, ഞാൻ ഒരു സെൽഫി പറഞ്ഞുതരാം. വാ. ഹായ് ഗൈസ്, ഞാൻ കാണിക്കുന്നത് എന്റെ അമ്മാമ്മയാണ്. നമുക്ക് അമ്മാവനെ കാണാം. ഇതാണ് എന്റെ അമ്മാമ്മ, അടിപൊളി സുന്ദരിയാണ്. ഇനി സംസാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ വേഹൊക്കെ ഇട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താ വേഹാണ് കേട്ടോ. ടിവിന്റെ ഇടയിൽ കൂടെ കൈ ഇട്ടത്. ഇത് ഫോക്കാണ് കേട്ടോ. ഫോക്കത്തെ വീടെ കൂടെ വന്നിട്ട മുല്ലപ്പൂണ്ട്. മുല്ലപ്പൂവും ഭാഷിക്കാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ മുല്ലപ്പൂ. ഓക്കെ, കണ്ണക്കുള്ള എന്റെ ഉടുപ്പ്. അതിനുശേഷം പിന്നെ ഞങ്ങളെ ചോറ് കഴിക്കാനായിട്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് അപ്പൊ മാങ്ങ അച്ചാറുണ്ട്, പിന്നെ ക്യാബേജ് തോരനുണ്ട്, പിന്നെ നത്തോലി മീൻ ഫ്രൈ ഉണ്ട്, പുളിഞ്ചിക്ക ഒഴിച്ച് കറിയുണ്ട്, പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ കൂട്ടിയിരുന്ന് ചോറ് കഴിച്ചു. അപ്പൊ മീനുക്കുട്ടി വന്നില്ല. അവര് ഇന്ന് അവിടെ ചക്ക ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ നിന്ന് രാവിലെ മുളകും പിന്നെ അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പഴിഞ്ഞു കുടിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് മീനുക്കുട്ടി ചോറ് കഴിക്കാനായിട്ട് ഇവിടെ വന്നില്ല കേട്ടോ. അപ്പൊ ചോറ് കഴിച്ച ശേഷം പിന്നെ ചേട്ടനടുത്ത് ജോലിക്ക് പോകണം. അതുകൊണ്ട് പിന്നെ ഞാനും ചേട്ടനും ചോറ് കഴിക്കണം കേട്ടോ. ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ വിചാരിച്ചു ഒരു 5-10 മിനിറ്റ് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്തതിനൊക്കെ ശേഷം ജോലിക്ക് പോവാന്ന് പറഞ്ഞ് ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഉറങ്ങല്ല, ഒന്ന് കിടന്നു. പിന്നെ ആ സമയത്ത് നമ്മുടെ മീനുക്കുട്ടി പിന്നെ ഇവിടെ വന്നു കേട്ടോ. മീനുക്കുട്ടി കുളിച്ച് അച്ചാമ്മ കുളിപ്പിച്ച് റെഡിയാക്കി പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ മീനുക്കുട്ടി? മീനുക്കുട്ടിക്ക് ചെറിയൊരു പിണക്കം, അവൾ ഇട്ടിരുന്ന പാവാട ഞാൻ മാറ്റിയതുകൊണ്ട്. പിന്നെ അടുത്ത് ഉച്ചയ്ക്ക് ചേട്ടൻ ഒത്തിരി കഞ്ഞെള്ളമൊക്കെ കുടിച്ചിട്ട് ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ റോഡ്. അപ്പൊ റോഡിൽ വണ്ടി ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റോഡിലോട്ടുള്ള വഴി. ഒരു നല്ല വഴിയുണ്ട്, വണ്ടി കൊണ്ട് ഇറക്കി വരാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ വണ്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പൊ അപ്പുറത്തൊക്കെ വീട്ടിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ നല്ല ഇടിയോട് കൂടിയ മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പൊ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ മഴയൊക്കെ പെയ്തു. അപ്പോഴത്തേനും ഞാൻ കുളിക്കാനുള്ള വെള്ളമൊക്കെ കോരി വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു കുളിക്കുന്നതിന് മുമ്പ് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. അപ്പം ചൂടോട് കൂടി ഒരു കട്ടനും പിന്നെ ചിപ്സും ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ വൈകുന്നേരം ആയപ്പോൾ മീനുക്കുട്ടി എന്നെ വിളിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ പോകാനായിട്ട് അവിടെ ചായ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അച്ചാമ്മ വിളിക്കുന്നു, നമുക്ക് പോയി ചായ കുടിക്കാം അമ്മ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ വിളിക്കും, എന്നിട്ട് വിളിച്ചോണ്ട് അപ്പുറത്ത് പോകും, എന്നിട്ട് അവൾ അവിടെ നിൽക്കും കേട്ടോ. പിന്നെ രാത്രി ഇവിടെ ഞങ്ങളോടൊപ്പം കിടക്കാൻ വരാന്നാണ് കേട്ടോ പറഞ്ഞത്. അവളങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോവുകയാണ് കൂട്ടുകാരെ.
അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.